കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് സമയത്ത് പെൻഷൻ കിട്ടുന്നില്ല, വിവാഹ ധനസഹായം കിട്ടുന്നില്ല, ചികിത്സാ സഹായമില്ല, പ്രസവ സഹായമില്ല, മരണാനന്തരം കുടുംബത്തിന് ആനുകൂല്യങ്ങളില്ല, സ്കോളർഷിപ്പുകളോ അതല്ലെങ്കിൽ ക്യാഷ് അവാർഡുകളോ വിതരണം പോലും ചെയ്യുന്നില്ല. ഇതിനൊക്കെയുള്ള കാരണം ബോർഡിന് പണമില്ലാത്തതാണ്. അപ്പോ മറ്റൊരു കാര്യം അറിയാമോ? നമ്മുടെ സംസ്ഥാനത്ത് പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങളിൽ നിന്നും തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കാനുള്ള തുകയുടെ വലിപ്പം 2018 മുതൽ 2023 വരെയുള്ള കാലത്ത് മാത്രം പിരിച്ചെടുക്കാനുള്ളത് 542 കോടി 17 ലക്ഷം രൂപയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കഠിനമായ തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമത്തിന് വിനിയോഗിക്കേണ്ട ഈ പണം പിരിച്ചെടുക്കാത്തത് ആരെ സഹായിക്കാനാണ്? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കൊടിയ അനാസ്ഥ തുറന്നു കാണിക്കുന്നതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പുതിയ റിപ്പോർട്ട്. റിപ്പോർട്ട് ആരംഭിക്കുന്നു. നിർമ്മാണ തൊഴിലാളികളെ വഞ്ചിക്കുന്നത് ആരൊക്കെ? സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിലാളി വിഭാഗം കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ്. കർഷക തൊഴിലാളികളെക്കാൾ ഇപ്പോൾ സജീവമായുള്ള വിഭാഗമാണവർ. നാട്ടിൽ ഓരോ കെട്ടിടം പണിയുമ്പോൾ തൊഴിലാളികളുടെ ക്ഷേമത്തിനുള്ള പണം കെട്ടിവെക്കണം എന്നാണ് നിയമം. എന്നാൽ 2018-2023 കാലത്ത് മാത്രം പിരിച്ചതിൽ കൂടുതൽ തുക പിരിച്ചെടുക്കാൻ ശേഷിക്കുന്നുണ്ട്. 2018 54,857 കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതിൽ 31,849 കെട്ടിടവും സെസ് അടച്ചിട്ടില്ല. പിരിച്ചെടുക്കാതെ പോയത് 105 കോടി 72 ലക്ഷം രൂപ. 2019 പിരിച്ചെടുക്കാൻ ബാക്കിയുള്ളത് 189 കോടി 67 ലക്ഷം രൂപയാണ്. 2020-21 55 കോടി 53 ലക്ഷം, 2020-21 68 കോടി 28 ലക്ഷം, 2022-23 122 കോടി 97 ലക്ഷം രൂപ. അങ്ങനെ ആകെ പിരിച്ചെടുക്കാനുള്ളത് 542 കോടി 17 ലക്ഷം രൂപയാണ്. 1007 കോടി 18 ലക്ഷം രൂപയുടെ സെസ്സിൽ പിരിച്ചെടുത്തത് 465 കോടി രൂപ മാത്രമാണ്. 1,56,552 കെട്ടിടങ്ങളും സെസ് അടയ്ക്കാതെ പ്രവർത്തിക്കുകയാണ്. ഇതിന്റെ ദൂഷ്യ ഫലമാണ് നിർമ്മാണ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടത്തുന്നത് ആരാണ്? അത് അതിഥി തൊഴിലാളികളാണ്. ഇവരിൽ 98% ക്ഷേമനിധിക്ക് പുറത്താണ്. നിർമ്മാണം നടത്തുന്നവർക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും നൽകുന്നില്ല. സംസ്ഥാനത്ത് വീടും സ്ഥലവും ഒക്കെ വാങ്ങി താമസമാക്കിയ ഏതാനും അതിഥി തൊഴിലാളികൾക്കല്ലാതെ മറ്റാർക്കും ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി 10 കോടി രൂപ അനുവദിച്ചതിൽ 5 വർഷം കൊണ്ട് ചെലവഴിച്ചത് 1 കോടി 69 ലക്ഷം രൂപ മാത്രമാണ്. ക്ഷേമനിധി ബോർഡിന്റെ കയ്യിലുള്ള കണക്കുകൾ അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തുള്ള നിർമ്മാണ തൊഴിലാളികൾ 20,67,000 ഇതിൽ അതിഥി തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്ര തന്നെ അതിഥി തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്ക്. അവർക്ക് ക്ഷേമനിധി വഴി ഒരു സഹായവും ലഭിക്കുന്നുമില്ല. ഒരു യൂണിയനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനുമില്ല. ക്ഷേമനിധി ബോർഡിന്റെ എല്ലാ പദ്ധതികളിലും വലിയ കുടിശ്ശികയാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങൾ 108 കോടി 38 ലക്ഷം രൂപ കുടിശ്ശികയാണ്. വിവാഹ ധനസഹായം 42 കോടി 53 ലക്ഷം രൂപയാണ് കുടിശ്ശിക. പ്രസവാനന്തര സഹായത്തിലേക്ക് വന്നാൽ 2 കോടി 14 ലക്ഷം, സ്കോളർഷിപ്പും ക്യാഷ് അവാർഡുകളും 1 കോടി 4 ലക്ഷം എന്നിങ്ങനെ കുടിശ്ശികയാണ്. ഗുരുതര രോഗം ബാധിച്ചവർക്ക് ലഭിക്കേണ്ട 2 കോടി 29 ലക്ഷം രൂപയും നൽകിയിട്ടില്ല. മരണാനന്തരം കുടുംബത്തിന് ലഭിക്കേണ്ട സഹായം 24 കോടി 4 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാനുള്ളത്. ക്ഷേമ പദ്ധതികളിലെ കുടിശ്ശിക 180 കോടി 42 ലക്ഷം രൂപയാണ്. ഇങ്ങനെ തുക നൽകാത്തതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ എന്ന 2 വാക്കിൽ വിശദീകരണം ഒതുക്കുകയാണ് ഈ ബോർഡ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനേക്കാൾ വലിയ പ്രശ്നം പണമില്ലാത്തത് തന്നെയാണ്. ക്ഷേമനിധി ബോർഡിലെ കൊടിയ അനാസ്ഥയ്ക്കുള്ള തെളിവ് അത് ഈ ക്യാഷ് ബാലൻസിലുണ്ട്. 2019 ബോർഡിന്റെ നീക്കിയിരിപ്പെന്ന് പറയുന്നത് 910 കോടി 6 ലക്ഷം രൂപയായിരുന്നു. അത് 2023 ആയപ്പോഴേക്കും 135 കോടി 16 ലക്ഷമായി താഴ്ന്നു. ഇത് തന്നെയാണ് ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശികയാകാനുള്ള കാരണവും. ഇങ്ങനെ തുക കുറയാനുള്ള കാരണം ബോർഡിന്റെ ഭരണപരമായ ചെലവുകളെല്ലാം തന്നെ സ്വന്തം ക്യാഷ് റിസർവിൽ നിന്നും നടത്തിയതാണ്. ഇതിന് പുറമെയാണ് പിരിച്ചെടുക്കാനുള്ള 542 കോടി 17 ലക്ഷം രൂപ. പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റും കെട്ടിട നമ്പറും ഒക്കെ വാങ്ങിപ്പോയ കെട്ടിട ഉടമകളാണ് ക്ഷേമനിധി സെസ് അടയ്ക്കാതെ തടിതപ്പിയത്.
മക്കളുടെ വിവാഹം നടത്താനും അതല്ലെങ്കിൽ രോഗബാധിതരായ പങ്കാളികളുടെ ചികിത്സയ്ക്കുമൊക്കെ സമയത്ത് സഹായം ലഭിക്കാതെ കഷ്ടത്തിലാണ് നിർമ്മാണ തൊഴിലാളികൾ. മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത കുടുംബങ്ങൾ തന്നെ നിരവധിയാണ്. ക്ഷേമനിധി ബോർഡുകളിൽ ഏറ്റവും പരാതി ഉയരുന്നത് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണ്. ആ ബോർഡിനെ വിശ്വസിച്ച് മാസം തോറും ക്ഷേമനിധി അടച്ചിരുന്നവരാണ് വഴിയാധാരമായത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.